अवसर दिया है इसके लिए प्रभु का नाम में धन्यवाद। നമുക്കിന്ന് ആ, ഹോശേയ പ്രവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. आज हम लोग होशे का पुस्तक से हम पढ़ेंगे। അതിന്റെ 13-ാം അധ്യായം उसका 13 अध्याय। അതിന്റെ 11-ാം വാക്യം. वाक्य 11। ഇവിടെ നമ്മൾ രണ്ട് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ ആങ്കർ, ദൈവത്തിന്റെ കോപവും ദൈവത്തിന്റെ റാത്ത്, ദൈവത്തിന്റെ ക്രോധം. കോപവും ക്രോധവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ നമ്മൾ ഇന്ന് അല്പം അനലൈസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ കോപമുണ്ട്, ദൈവത്തിന്റെ ക്രോധമുണ്ട്. यहाँ पर हम നമ്മളത് വചനം വായിക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. यहाँ पर हम അപ്പൊ लोग ഇത് തമ്മിലുള്ള प्रभु का വ്യത്യാസം वचन। എന്താണ്? അപ്പൊ അത് നമ്മള് ഏതാണ് നമുക്ക് ഏറ്റവും ആ, ഭയാനകമായി തീരുന്നത്? ഏതാണ്? കോപമാണോ അതോ ക്രോധമാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. यहाँ पर यह वाक्य होशे 13 का 11 पढ़ते समय में मैंने क्रोध में करके एक शब्द यहाँ पर बोला है, जो परमेश्वर का गुस्सा को दर्शाता है, जो क्रोध है। और फिर वहां पर वही उसी वाक्य में वहां पर कहते हैं कि फिर वह जलजलाहट है करके वहां पर किया है, जो गुस्से का दूसरा शब्द है। परंतु ये दोनों अलग अलग अर्थ में है। तो ये किस रीति से ये परमेश्वर का क्रोध और जलजलाहट का स्वभाव किस रीति से है करके आज हम लोग थोड़ा मनन करेंगे। ഇവിടെ അതിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ഒരു രാജാവിനെ ചോദിച്ചു എന്നുള്ളത് ആ, ദൈവത്തിന്റെ കോപത്തിനിടയായി തീർന്നു तो എന്ന് നമ്മൾ वहां पर വായിക്കുന്നു. കാരണം ദൈവം തന്നെ നേരിട്ട് അവരെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം ആ, അവരെ നേരിട്ട് ഭരിക്കുമ്പോൾ രാജാവിന് ചോദിച്ചത് ദൈവത്തിന് പ്രയാസമായി. അങ്ങനെ ദൈവം കോപത്തിൽ ശൗലിനെ കൊടുത്തു, ക്രോധത്തിൽ അവനെ നീക്കിക്കളഞ്ഞു. तो यहाँ पर हम ऊपर का वाक्यों में पढ़ते समय में वहां पर हम देखते हैं कि परमेश्वर ने इज़राइल के लोगों ने एक एक राजा के लिए वो लोग ने मांग किया था। तो हम जानते हैं कि सैमुअल का पुस्तक में हम पढ़ते समय में हम देखते हैं कि इज़राइल के जो वो लोग उस समय में एक समय में रहते समय में वो लोग को परमेश्वर स्वयं ही उनका राजा बनकर उनके ऊपर अधिकार करते थे। कोई भी उनको जैसा संसार के लोगों के जैसा राजा नहीं था। इसके लिए उन लोगों ने एक राजा का मांग करते समय में परमेश्वर निराश होकर वो क्या करता है कि क्रोध से उनको शाऊल राजा देता है। और शाऊल के गलती करने की वजह से क्या हो गया, वो परमेश्वर का जलजलाहट से प्रभु शाऊल राजा को अपना पदवी से हटा देता है। അപ്പോൾ അവിടെ നമ്മളത് ഒന്നും കൂടെ ശ്രദ്ധിച്ചൊന്ന് വായിക്കണം. ആ, കോപത്തിൽ ഞാൻ നിനക്ക് ഒരു രാജാവിനെ തന്നു. तो वहां पर हम पढ़ते समय में हम पढ़ते हैं कि क्रोध में आकर मैंने तुम लोगों को एक राजा बनाया या राजा दिया। എന്നാൽ ക്രോധത്തിൽ നീക്കിക്കളഞ്ഞു. ക്രോധം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, പിന്നെ ഒരു നിവൃത്തിയില്ല. കാരണം ശൗലിന്റെ രാജ്യത്വം കീറിക്കളഞ്ഞ് പിന്നെ ശൗലിന്റെ കുടുംബത്തിൽ ആരും രാജവാഴ്ചയിലേക്ക് വരാതെ വേണം അതിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു നീക്കുപോക്കില്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കുന്നതാണ് ക്രോധം. और फिर उसको जलजलाहट में आकर उनको मैंने हटा भी दिया करके हम पढ़ते हैं। तो जलजलाहट से मतलब किया मतलब क्या है कि उसके बाद परमेश्वर का मानो न्याय उस परिवार के ऊपर आ चुका है, जिसके वजह से हम शाऊल को जब राजा पदवी से हटाने के बाद उनका जलजलाहट में हटाने की वजह से क्या हो गया, उसके बाद उसका परिवार में से कोई भी अगला राज्य गति में आया नहीं, पदवी में आया नहीं। इस रीति से प्रभु पूर्ण रीति से उस परिवार को नाश करने के विषय मतलब उसके बाद फिर क्षमा नहीं है। इसीलिए उसको कहते हैं जलजलाहट। അപ്പോള് നമ്മള് അത് ദൈവം കോപത്തിൽ ഒരു രാജാവിനെ കൊടുത്തു, ക്രോധത്തിൽ നീക്കിക്കളഞ്ഞു എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ കോപവും ക്രോധവും തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് അല്പം ഒന്ന് നോക്കാം. നമുക്ക് तो क्रोध में ആ, प्रभु ने एक राजा दिया और फिर जलजलाहट में राजा को हटा दिया करके बोलते समय में किस रीति से परमेश्वर का क्रोध किस अर्थ से प्रकट होता है और किस अर्थ से परमेश्वर का जलजलाहट प्रकट होता है करके इस बातों को हम जरा देखेंगे। നമുക്ക് 2 ശമൂവേൽ 6-ന്റെ 7-ാം വാക്യത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. 2 ശമൂവേൽ 6-ന്റെ 7. दूसरा शमूएल 6 का 7 पढ़ते समय में वहां पर हम बात को हम देखते हैं।
രണ്ട് ശമൂവേൽ. ഇവിടെ ദൈവത്തിന്റെ പെട്ടകം ഉസ ആ, പിടിച്ചത് കൊണ്ട് ദൈവത്തിന്റെ റാത്തല്ല, ദൈവത്തിന്റെ ആങ്കർ അവന്റെ മേലെ വന്നു, അവൻ മരിച്ചു വീഴുന്നതായിട്ട് കാണാം. तो यहाँ पर जब उज़ैया ने परमेश्वर का संदूक को जब पकड़ने की कोशिश करते समय में, वहां पर हम देखते हैं कि यहाँ पर भी परमेश्वर का जो कोप, यहाँ पर जो क्रोध आना चाहिए, जो जैसा हमने होशेया में पढ़ा, वही जो क्रोध, तो जो परमेश्वर का जलजलाहट नहीं यहाँ पर प्रकट हुआ, बल्कि परमेश्वर का कोप या क्रोध प्रकट हुआ था। അത് അവന് അവിടെ പെട്ടകം പിടിച്ചത് പാപമല്ല, പക്ഷെ അബദ്ധമാണ്, അല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞൊരു മിസ്റ്റേക്ക് ആണ്. കാരണം അത് तो वो പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ ഇൻസിഡന്റലി ആയിട്ട് അവന് അറിയാതെ വന്നു പോയൊരു തെറ്റാണ്. तो यहाँ पर जब उजिया जो कार्य करते समय में, वो उजिया का पाप नहीं है, वो गलती से वो हो गया था करके, मतलब अनजाने में हुआ हुआ एक गलती था जो उजिया ने किया। അപ്പോള് ദൈവത്തിന്റെ കോപം അവിടെ വെളിപ്പെട്ടു. ആ കോപം വെളിപ്പെട്ടപ്പോൾ ഉസ ആ, അവിടെ നരകത്തിൽ പോകുന്ന ഒരു സ്ഥിതിവിശേഷം അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തന്റെ പ്രാണന് ജീവനുണ്ട്, നിത്യതയുണ്ട്. താൻ ഒരിക്കലും നരകത്തിൽ പോകത്തില്ല. കാരണം ദൈവത്തിന് റാത്തല്ല അവിടെ വെളിപ്പെട്ടത്, ദൈവത്തിന്റെ കോപമാണ് വെളിപ്പെട്ടത്. तो यहाँ पर जब उजा को इस रीति से परमेश्वर का गुस्सा या कोप, जब क्रोध जब प्रकट होते समय में हम देखते हैं कि क्योंकि यहाँ पर परमेश्वर का जलजलाहट प्रकट ना होने की वजह से हम देखते हैं कि भले ही उसे अपना गलती के वजह से वो मर तो गया है, परंतु वो नरक में नहीं गया, क्योंकि परमेश्वर का छुटकारा पाया हुआ एक व्यक्ति है पुराने नियम में, जिसके और यहाँ पर गुस्सा आने की वजह से या क्रोध आने की वजह से, कोप आने की वजह से वो उसका आत्मा नाश नहीं हो रहा है। अगर जलजलाहट आता तो वो नरक जाता। ഇനി ദൈവത്തിന്റെ ക്രോധത്തെ നമുക്ക് നോക്കാം. അതായത് ആ, നമ്മള് വെളിപ്പാട് പുസ്തകം प्रकटीकरण का पुस्तक में हम पढ़ते हैं, परमेश्वर का അതിന്റെ जलजलाहट के बारे में हम पढ़ेंगे। 14 10 വാക്യം. 14 का 10 में, ഇവിടെ ആ, അന്ത്യന്യായവിധിയാകുന്ന ദൈവത്തിന്റെ ക്രോധം ആണ് നമ്മൾ കാണുന്നത്. तो यहाँ पर ദൈവത്തിന്റെ ആ ദൈവ परमेश्वर का കോപം अंतिम നമ്മുടെ न्याय ഉണ്ടെങ്കിലും यहाँ पर प्रकट हो रहा है करके हम पढ़ते हैं। ആ, ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്? ആ, കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ക്രോധമദ്യം കുടിക്കേണ്ടി വരും. അപ്പം वहाँ- ദൈവത്തിന്റെ ഒരു മനുഷ്യനെ ന്യായവിധിക്ക് നരകത്തിലേക്ക് തള്ളുന്ന ആ റാത്താണ് ദൈവത്തിന്റെ ക്രോധം എന്ന് പറയുന്നത്. तो यहाँ पर हम पढ़ते समय में परमेश्वर का प्रकोप का नीरी मदिरा करके हम पढ़ते समय में, जो परमेश्वर न्याय करते समय में पापियों के ऊपर प्रकट करने वाले के विषय में बोला गया है, जो अंतिम न्याय है सभी पापियों को आएगा, जिसकी वजह से उनका स्थान नरक जाने का दशा में होगा। तो ये वाक्य जब पढ़ते समय में, ये जो प्रकोप है, ये उस जलजलाहट से के साथ का जुड़ा जुड़ा हुआ वाक्य है, जो हम होशेया में पढ़ते समय में। यहाँ पर परमेश्वर का प्रकोप नहीं आ रहा, बल्कि यहाँ पर क्रोध, यहाँ पर परमेश्वर का क्रोध नहीं आ रहा, बल्कि उसका प्रकोप यानी कि जलजलाहट, नरक का डालने का अवस्था आ रहा है। അപ്പോള് ആ, നമ്മുടെ പാപനിമിത്തം ദൈവത്തിന് നമ്മുടെ മേലുള്ളത് കോപമല്ല, ദൈവത്തിന് ക്രോധമാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരു രാജാവിനെ തരുമ്പോൾ ആ രാജാവ്, അത് നമ്മൾ ചോദിക്കാതെ തന്നെ ഒരു മറ്റൊരു അവര് നമ്മൾ നേരത്തെ ഹോശപ്രവൃത്തി വായിച്ച് അങ്ങനെയാണ് നമ്മൾ ഹോശപ്രവൃത്തിയിൽ വീണ്ടും ആ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ तो पर यहाँ पर मनुष्य का पाप के वजह से और गलती वजह से क्या हो गया, मनुष्य को जो दंड मिला है नरक में जाने का, वो उसका उसमें परमेश्वर का जलजलाहट को प्रकट करता है, परमेश्वर का प्रकोप को प्रकट करता है, क्योंकि परमेश्वर का वो उतना वो गलती मनुष्य ने परमेश्वर के खिलाफ करने की वजह से वो जलजलाहट से भरकर मनुष्य को नरक में डालता है। इसीलिए उस मनुष्य को उस आने वाला प्रकोप या जलजलाहट से बचाने के लिए परमेश्वर एक राजा मनुष्य को देता है उद्धार के लिए। परंतु ये राजा जैसा इज़राइल लोग ने मांग के लिया हुआ राजा वैसा नहीं है, परमेश्वर अपने खुद के मर्जी से देता है। ഇവിടെ നമ്മളെ ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ദൈവം തന്നെ തന്റെ പുത്രനെ സ്നേഹത്തിൽ തരികയാണ്. ആ സ്നേഹത്തിൽ പുത്രനെ തരുമ്പോൾ ആ ആ ആ ആ പുത്രനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കോപമോ ദൈവത്തിന്റെ ക്രോധമോ ഇല്ല. സദാസമയം ദൈവത്തിന്റെ ഇഷ്ടപുത്രനായി, ദൈവത്തിന്റെ നിത്യസ്നേഹമായി ഈ പുത്രൻ തുടരുന്നത് കൊണ്ടാണ്
നമ്മുടെ രക്ഷയുടെ ഭദ്രത ഇത്രയും ദീർഘമായി സന്തോഷത്തോടെ നമ്മൾ അനുഭവിക്കുന്നത്? तो ये इसमें परमेश्वर जब अपना ये मनुष्य जात को का उद्धार के लिए जब एक राजा देते हैं समय में, तो वो एक उद्धारकर्ता को जब प्रभु दे रहा है, वो प्रभु अपना स्वयं इच्छा से दे रहा है, जिसकी वजह से परमेश्वर का प्रेम मनुष्य जात के ऊपर प्रकट होता है। उस प्रेम के सामने जो यीशु मसीह को मनुष्य जात को बचाने के लिए देते समय में, क्योंकि यीशु मसीह अनंत काल का है, इसलिए उनके ऊपर आने वाला जो 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 छुटकारा है वो भी अनंत काल का मिल मिल जाता है, जिसके वजह से परमेश्वर का कोई भी प्रकार का क्रोध या जलजलाहट या प्रकोप मनुष्य जात पर कार्य नहीं करे, क्योंकि यीशु मसीह नित्य होने की वजह से मनुष्य का उद्धार भी नित्य है। इस प्रकार का सुरक्षता परमेश्वर मनुष्य को देना चाहता है यीशु मसीह के द्वारा। അപ്പോൾ നമ്മള് വേദപുസ്തകത്തിൽ തന്നെ സ്വർണ്ണവാക്യം എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യം നമ്മൾ ഈ തരുണത്തിൽ വായിച്ചാൽ, उस തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കാരണം സ്നേഹത്തിൽ തരികയാണ്, ക്രോധത്തിലോ കോപത്തിലോ നമുക്ക് തരികയല്ല. പിന്നെ എങ്ങനെയാണ്? സ്നേഹത്തിൽ നമ്മളെ ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് തന്റെ പുത്രനെ നമുക്ക് തരികയാണ്. तो ये जब हम लोग पूरा बाइबल का सुनहरा वचन को जब पढ़ते समय में यूहन्ना 3:16 में, वहां पर हम क्या पढ़ते हैं कि परमेश्वर ने जगत से ऐसा प्रेम किया कि अपना एकलौता पुत्र को दे दिया, ताकि जो कोई भी उस पर विश्वास करेगा वो नाश ना हो बल्कि अनंत काल का जीवन पाए। तो परमेश्वर ने प्रेम से है अपना एकलौता पुत्र को जगत को दिया, हमें दिया बचाने के लिए, ताकि आने वाला प्रकोप है और जो जलजलाहट है जो मनुष्य जात के ऊपर था, जो नरक में जा रहे, उससे बचाने के लिए। तो ये प्रेम से देने की वजह से ना ही परमेश्वर का क्रोध और ना ही परमेश्वर का जलजलाहट मनुष्य के ऊपर कार्य करे, क्योंकि ये उद्धारकर्ता हमें बचा रहा है। അപ്പൊ നമ്മള് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, पहला तस्सलोनियों 1:9 में हम पढ़ते हैं। അല്ലല്ല, 1 Thessalonians chapter 5 verse 9. सॉरी, पहला तस्सलोनी 5:9 में हम पढ़ते हैं, क्योंकि परमेश्वर ने हमें क्रोध के लिए नहीं। അവിടെ മലയാളത്തിൽ കോപത്തിന് എന്നുള്ളതല്ല, ക്രോധമാണ് വരുന്നത്. ദൈവം നമ്മളെ ആ വ്രാത്തിന് അല്ല, കോപത്തിനല്ല എന്നുള്ളതല്ല. മലയാളത്തിൽ കോപത്തിനല്ല എന്നല്ല, ക്രോധത്തിനല്ല നാം. അപ്പോൾ യേശുക്രിസ്തുവിനെ നമുക്ക് സ്നേഹത്തിൽ തന്നതുകൊണ്ട് ഇനി നമ്മുടെ മേൽ ദൈവക്രോധമില്ല. तो अभी यहाँ पर भी पढ़ते समय में यहाँ पर क्रोध करके आया है, परंतु क्रोध नहीं आना चाहिए, वास्तव में जलजलाहट आना चाहिए या प्रकोप आना चाहिए। तो परमेश्वर ने हमें क्रोध के लिए वहां पर जो शब्द लिखते समय में वो उसके लिए नहीं हमें नियुक्त किया, मतलब परमेश्वर का आने वाला प्रकोप जो जलजलाहट जो नरक में जाने का अवसर था उसके लिए नहीं है। परमेश्वर ने अपना पुत्र देकर हमें बचाया, उसे बचाने के लिए, आने वाला नरक से बचाने के लिए है अपना पुत्र को दिया है। കാരണം അവനെ കോപത്തിൽ തന്ന് ക്രോധത്തിൽ ശൗലിനെ പോലെ നീക്കിക്കളയാനല്ല, നമുക്ക് നിത്യമായി അനന്തമായി ദൈവമുള്ള കാലത്തോളം യേശുക്രിസ്തു നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മുടെ മേൽ ഇനി ദൈവത്തിന് ക്രോധം വരാതെ വേണം ദൈവം തന്റെ പുത്രനെ സ്നേഹത്തോടെ തന്നിരിക്കുകയാണ്. तो क्योंकि परमेश्वर ने अपने इकलौते पुत्र को प्रेम में हमें देने की वजह से वो शाऊल राजा के समान नहीं, जैसा शाऊल राजा को क्रोध में देकर फिर जलजलाहट से उसको निकाल दिया, हटा दिया, वैसा नहीं हमें यीशु मसीह को दिया गया है। पर मैं बल्कि मनुष्य जात के ऊपर आया हुआ जलजलाहट और प्रकोप से बचाने के लिए यीशु मसीह को हमें प्रेम में दिया, ताकि परमेश्वर का प्रकोप और जलजलाहट मनुष्य से हट जाए। അത് നമ്മൾ വിശ്വാസത്തിൽ ഉറക്കണം. കാരണം ദൈവം നമുക്ക് തന്ന രാജാവ് രക്ഷകൻ എങ്ങനെയുള്ളവനാണ്? അവൻ ദൈവം കോപത്തിൽ തന്നോ ക്രോധത്തിൽ തന്നോ അതോ സ്നേഹത്തിൽ തന്നോ എന്നുള്ളതാണ് നമ്മളെ അറിയേണ്ടത്. इसलिए ये बात यीशु मसीह को हमें मिलने की वजह से ये हमारा दृढ़ विश्वास हमें इस बात पर रहना चाहिए और पूर्ण निश्चय और भरोसा रहना चाहिए कि जो परमेश्वर ने हमारे बचाव के लिए जो किया, इसलिए कभी ये शक नहीं करना कि क्रोध के लिए, क्रोध से भरकर दिया है क्या, या जलजलाहट को देने के लिए हमें दिया है, वैसा नहीं, बल्कि प्रेम को अनुभव करने के लिए पुत्र को दिया है करके ये विश्वास में हमें विश्वास करना है। നമ്മള് മത്തായി സുവിശേഷം 1:21 വായിക്കുന്നത്, തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് मती का पुस्तक നമുക്ക് एक അവനെ യേശു എന്ന് പേരിടണം. मती का पुस्तक 1:21 में पढ़ते समय में वहां पर स्वर्गदूत आके कहता है कि उसका नाम यीशु रखना। क्यों? क्योंकि वो अपने लोगों को उनके पापों से उद्धार करने के लिए यीशु को भेज रहा है करके, इसलिए उसका नाम यीशु लिखना रखना करके स्वर्गदूत ने कहा। അപ്പൊ പാപം എപ്പോഴും ദൈവത്തിന്റെ ക്രോധത്തോടുള്ള ബന്ധത്തിലാണ് വരുന്നത്.
तो पाप जो है हमेशा परमेश्वर का जलजलाहट को प्रकट करने के लिए या आने वाला प्रकोप को प्रकट करने के लिए है। നമ്മള് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യത്തിലും അതാണ് വായിക്കുന്നത്. യോഹन्ना 3 का 36 में भी पढ़ते समय में यही बात को हम देखते हैं। ആ പുത്രനിൽ വിശ്വസിക്കുന്നവനോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന് ഒരാൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ പിന്നെ അവന് ദൈവക്രോധമില്ല. ദൈവത്തിന്റെ ക്രോധം അവനിൽ ഇനി ഒരിക്കലും വെളിപ്പെടുകയില്ല. കാരണം അവന് പുത്രനായിട്ട് ദൈവം അവനെ സ്വീകരിച്ചു. तो यहाँ पर हम पढ़ते समय में जो कोई भी पुत्र पर विश्वास करता है उसको अनंत काल का जीवन मिल गया। और अनंत काल के मिलने की वजह से यहाँ पर जो परमेश्वर का क्रोध करके जो शब्द लिखा है, ये जो आने वाला प्रकोप है या परमेश्वर का जलजलाहट है, वो विश्वासी के ऊपर नहीं रहता, क्योंकि उसने पुत्र पर विश्वास करके अनंत काल का जीवन पा लिया। അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെയും നമ്മളിൽ പാപം വന്നാൽ ദൈവത്തിന്റെ ക്രോധം നമുക്ക് വരാതിരിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ മധ്യസ്ഥനായി മഹാപുരോഹിതനായി തന്നിരിക്കും. ഒന്ന്, ക്രൂശിൽ അവർ നമ്മുടെ ദൈവക്രോധം എടുത്തു മാറ്റി. ആ എടുത്തു മാറ്റിയതിന്റെ എഫിക്കസി, അതിന്റെ നിത്യത, അതിന്റെ ഡ്യൂറേഷൻ നിത്യതയുള്ളത് കൊണ്ട് ഇനി നമ്മൾ പാവം വന്നാൽ ദൈവക്രോധം വരാതിരിക്കാൻ ഈ യേശുവിനെ നമുക്ക് മഹാപുരോഹിതനായിട്ട് ദൈവം തന്നിരിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് നിലയിൽ യേശു ക്രൂശിൽ നിവർത്തിച്ച രക്ഷകൻ എന്നുള്ള വേലയും യേശു ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന വേലയും ദൈവക്രോധത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. तो अभी क्योंकि विश्वासी हो जाने के बाद दोबारा मनुष्य जात के ऊपर परमेश्वर का जलजलाहट ना आने के लिए, मनुष्य का प्रकोप ना आने के लिए पिता परमेश्वर ने क्या किया, उन्होंने अपना पुत्र को हमारे लिए मध्यस्थ बनाकर महायाजक का पद में रखकर हमारे लिए निरंतर मध्यस्थी करते रहता है, जिसकी वजह से परमेश्वर का जलजलाहट दोबारा हमारे ऊपर ना आए। और ये क्यों है? क्योंकि यीशु मसीह नित्य होने की वजह से, हमारा उद्धारकर्ता नित्य होने की वजह से प्रभु का जो उद्धार का कार्य, जो क्रूस में हमसे मरकर बचाने का जो उसका जो समय है, उतना समय तक लंबा रहेगा जब तक प्रभु यीशु मसीह जिंदा है। तो परमेश्वर यीशु मसीह जब क्रूस पर मरते समय में उस मृत्यु के द्वारा हमें आने वाला प्रकोप से, जलजलाहट से हमें बचाया। और वही जलजलाहट दोबारा हमारे ऊपर ना आने के लिए वो हमें महायाजक हमारे लिए बनकर हमारे लिए विनती करता है। അപ്പോൾ പാപമാണ് ദൈവക്രോധത്തിന് വിഷയമായി തീരുന്നത്. तो वो पाप है जिसके वजह से परमेश्वर का जलजलाहट और प्रकोप हमारे ऊपर है। ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രാജാവിനും കഴിയത്തില്ല, ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. परमेश्वर का ये जलजलाहट से कोई भी दुनिया का राजा हमें बचा नहीं सकता, सिर्फ यीशु ही हमें बचा सकता है। അപ്പോൾ നമ്മൾ മത്തായി സുവിശേഷം 1:21 തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് എങ്ങനെയാണ് യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കുന്നത്? കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ സോളിഡ് ആയിട്ട് ദൈവക്രോധത്തിന് വിഷയമായിട്ടാണ് നമ്മുടെ പാപങ്ങൾ ഇരിക്കുന്നത്. ദൈവം എങ്ങനെയാണ് അത് സൂക്ഷിക്കുന്നത് നമുക്ക് നോക്കാം. तो इसलिए जैसा हमने मत्ती 1:21 में पढ़ते समय में अपने लोगों को या अपने लोगों के उनके पापों से बचाने के लिए, या फिर अपने लोगों को परमेश्वर का प्रकोप और जलजलाहट से बचाने के लिए यीशु मसीह किस रीति से कार्य करता है करके, ताकि परमेश्वर का प्रकोप और जलजलाहट हमारे ऊपर ना बने रहने के लिए किस रीति से यीशु कार्य करता है करके हम देखेंगे। ഇവിടെ നമ്മൾ ചിന്തിച്ചല്ലോ, ഈ പാപമാണ് ദൈവക്രോധത്തിന് കാരണമായി തീരുന്നത്. तो पाप है जो परमेश्वर का जलजलाहट मनुष्य के ऊपर है। അപ്പോള് നമ്മുടെ ജീവിതത്തിൽ അബദ്ധവശാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കാം. അതിൽ ദൈവത്തിന്റെ കോപം ശിക്ഷാ നടപടിയായിട്ട് കോപം വന്നേക്കാം. ആ കോപം നമ്മളെ നരകത്തിൽ വിടത്തില്ല. അത് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാനും നമ്മളെ ഒരുക്കിയെടുക്കാനും, അത് നമ്മള് സമയമുണ്ടെങ്കിൽ നമുക്കത് ചിന്തിക്കാം, ദൈവത്തിന്റെ കോപം എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിക്കാം. എന്നാൽ ഇപ്പോൾ നമ്മള് ക്രോധം എന്ന വിഷയത്തിൽ ഹൃദയം ഉറപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവിടെ ഒരിക്കലും ദൈവക്രോധം എന്റെ മേൽ വരികയില്ല. അതിന് യേശു എന്ത് ചെയ്തു? അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ദൈവക്രോധത്തിന് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് യേശു അത് ഡീല് ചെയ്യുന്നത് എന്ന് ഈ രക്ഷകനെ ദൈവം നമുക്ക് സ്നേഹത്തോടെ തന്നത്, കോപത്തോടും ക്രോധത്തോടുമല്ല, സ്നേഹത്തോടെ തന്ന യേശു ക്രിസ്തു എങ്ങനെയാണ് ദൈവക്രോധത്തിന് വിഷയമായ പാപങ്ങൾ ദൈവസന്നിധിയിൽ എങ്ങനെ അത് റെക്കോർഡ് ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കും. तो इसके लिए मनुष्य जात जब एक विश्वासी विश्वास करने के बाद जब वो अनजाने में वो पाप कर बैठता है, या विश्वासी बन जाने के बाद जो वो पाप करने के वजह से प्रभु क्या करता है, पिता परमेश्वर क्योंकि अपने हमसे प्रेम करने की वजह से वो हमको ताड़ना देता है। ये ताड़ना करते समय में परमेश्वर अपना अपना गुस्सा हमको प्रकट करने के लिए है वो ताड़ना देता है। तो वो नरक में डालने वाला जलजलाहट या प्रकोप नहीं है, बल्कि एक क्रोध है, जो गुस्सा है, जो परमेश्वर अपने विश्वासियों को देता है ताकि वो लोग मन फिराकर वापस आए।
तो वो उसका विषय में अगर हमको समय मिला तो हम उस विषय में लेंगे, किस रीति से विश्वासियों के ऊपर प्रभु का क्रोध या गुस्सा आता है उनको बचाने के लिए। परंतु यहाँ पर सबसे बड़ा जो समस्या है, जो कार्य है, वो है परमेश्वर का प्रकोप या जलजलाहट जो हर पापियों के ऊपर है। वो यीशु मसीह के को विश्वास करने के द्वारा, भले ही क्रोध क्यों ना हो या प्रकोप क्यों ना हो या जलजलाहट हो या गुस्सा है, वो सबसे हमें बचाकर यीशु मसीह में जो प्रेम से हमें उद्धारकर्ता दिया है करके उस विषय में हम जरा देखेंगे। അപ്പോൾ നമ്മള് സങ്കീർത്തനം 98-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യരുടെ പാപം ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുകയാണ്. കാരണം ദൈവത്തിന് ക്രോധ വിഷയമായതുകൊണ്ട് അതെപ്പോഴും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. और भजन संगीता 90 का 8 हम लोग पढ़ते समय में वहां पर हम देखते हैं कि मनुष्य का जो अधर्म और पाप वो क्या है, वो हमेशा परमेश्वर अपने मुख के ज्योति के सामने रखा है करके हम देखते हैं। क्योंकि मनुष्य ने उसके गलती की वजह से, पाप की वजह से परमेश्वर का जलजलाहट को सामना करने के लिए, आने वाला प्रकोप को जो जो मनुष्य जात के ऊपर रखा है, उस वो अवस्था अभी भी होने की वजह से है। हमारा सारा पाप और अधम अधर्म परमेश्वर के मुख्य ज्योति के सामने है। കാരണം ദൈവത്തിന്റെ ഓർമ്മയിലുണ്ട്, അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എടുത്തു മാറ്റാൻ പ്രഗത്ഭനായിട്ട് ആരുമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പാപം ഉള്ളിടത്തെല്ലാം ദൈവത്തിന്റെ ക്രോധവുമുണ്ട്. അപ്പോൾ അപ്പോൾ ഒന്ന്, ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ ദൈവം വെച്ചിരിക്കുന്നു. तो इसकी अब ये क्योंकि हमारा पाप इतना बड़ा है, हमारा अधर्म इतना बड़ा होने की वजह से परमेश्वर के नजर के सामने हमेशा वो रहता है। इस दुनिया में ऐसा कोई नहीं कि परमेश्वर के नजर के सामने आकर वो हमारा पापों को, अपराधों को उठाकर हटा दे, क्योंकि उतना बड़ा हमारा आरोप हमारे ऊपर लगने की वजह से वो नित्य समय तक हमारे परमेश्वर के सामने था, उनके आंखों के सामने था। इसलिए ये जिसके वजह से मनुष्य के ऊपर परमेश्वर का जलजलाहट और मनुष्य को नरक में डालने का जो प्रकोप है, वो परमेश्वर की उपस्थिति में अभी भी हमारे पाप उनके सामने होने की वजह से वो जलजलाहट हमारे ऊपर है। മത്തായി 1:21 എങ്ങനെയാണ് യേശു തന്റെ ജനത്തെ ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. तो मत्ती का पुस्तक 1 का 21 में जैसा हमने पढ़ा, किस रीति से यीशु मसीह अपने लोगों का पापों को जो परमेश्वर के सामने है और जलजलाहट में परमेश्वर देख रहा है करके उसे कैसा बचा रहा है करके हम देख रहे हैं। അപ്പോൾ അത് ഒന്ന് ദൈവത്തിന്റെ കണ്ണിന് മുമ്പിലുണ്ട്. രണ്ടാമത് നമ്മൾ വായിക്കുമ്പോൾ നമ്മള് ഇയ്യോബിന്റെ പുസ്തകം 14:17 വായിക്കുമ്പോൾ അത് സീൽഡ് ചെയ്ത് വെച്ചിരിക്കും, ദൈവം സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. तो एक हमने देखा कि हमारा जो पाप है परमेश्वर के नजरों के सामने है करके, अय्यूब का पुस्तक में हम पढ़ते समय, जोब चैप्टर ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. 14 का 17 में हम पढ़ते समय में हमारे सारा पाप परमेश्वर के सामने छाप डाल के, मोहर डाल के रखा है करके हम पढ़ते हैं। അവിടെ അവനത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നു. हमारा सारा अधर्म और पाप क्या है, छाप लगा कर रखा है। സീല് 14:17. यस यस, छाप लगाई हुई थैली में है। അപ്പൊ ആർക്കും അത് എടുത്തു മാറ്റാൻ പറ്റില്ല. तो ये परमेश्वर का अभी ये जो प्रकोप है मनुष्य जात के ऊपर, ये कोई भी आकर ये जो छाप लगा कर रखा है, इसको हटाकर तोड़कर परमेश्वर के नजर से कोई दूर नहीं कर सकता। അപ്പൊ അത് ഹോശേയ പ്രവചനം 13:12 ഉണ്ട്. സീൽ നമ്മൾ വായിക്കണ്ട, നമ്മള് ഹോശേയ പ്രവചനം നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലുണ്ടത്. കാരണം ദൈവത്തിന്റെ ക്രോധവും ദൈവത്തിന്റെ കോപവും എടുത്തു മാറ്റാൻ നിങ്ങൾ ചോദിച്ച രാജാവിന് പറ്റത്തില്ല എന്ന് ഞാൻ സ്നേഹത്തോടെ ഒരു രാജാവിനെ തരുമ്പോൾ അവന് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് യേശു എടുത്തു മാറ്റിയതെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അതിനു മുമ്പേ ഇതെങ്ങനെയാണ് ദൈവകോപം, ദൈവക്രോധത്തിന് കാരണമായ പാപം ദൈവം എങ്ങനെ അത് കാണുന്നു, അത് ദൈവത്തിന്റെ കണ്ണിന് മുമ്പിലുണ്ട്. ദൈവം അത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് യെരമ്യാവിന്റെ പുസ്തകം 17-ന്റെ യെശയ്യാവിന്റെ പുസ്തകം 65:6 നമ്മൾ വായിക്കുന്നു, ദൈവം അത് എഴുതി വെച്ചിരിക്കുന്നു. तो ഐസായ 65:6 65:6. हम लोग आइजाया 65 का 6 में पढ़ते समय में हमारा पाप का दशा को वहां पर बताता है। जब पहले हमने जैसा भजन संगीता में पढ़ा कि वो परमेश्वर के नजर के सामने है, और फिर हमने अय्यूब में पढ़ते समय में परमेश्वर ने उसको मोहर डालकर अपने पास रखा है। जो हमने यही होशाया का 13 में भी पढ़ते समय में उसका 12 में लिखा है कि वो गांठ बांधकर परमेश्वर के सामने गठा करके रखा है करके हम पढ़ते समय में। और फिर हम लोग आइजाया का पुस्तक में हम लोग 65 का 6 में हम पढ़ते समय में वहां पर हम देखते हैं कि प्रभु ने उसको लिख के रखा है करके हम पढ़ते हैं। അപ്പോൾ അത് നമ്മുടെ പാപങ്ങൾ ഓരോന്നും ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ
ദൈവം അത് നമ്മുടെ മേൽ ചൊരിയാൻ വേണ്ടി ദൈവത്തിന്റെ ക്രോധ ദിവസത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവം മറന്നു പോകത്തില്ല, എങ്കിലും എഴുതി വെച്ചിരിക്കുകയാണ്. അത് നമ്മളെ അത് യിരെമ്യാവിന്റെ പുസ്തകം 17:1 ഉണ്ട്. അത് വായിക്കണ്ട. യിരെമ്യാ പുസ്തകം 17:1 ഉണ്ട്. और इस रीति ഇനി से നമ്മള് परमेश्वर परमेश्वर क्योंकि मनुष्य जात को अपना न्याय के दिन में प्रभु सबके सामने योग्य रीति से न्याय करने के लिए ये सब बातें लिख कर रखी है। परमेश्वर को तो सब बात याद तो रहता है, वो बोलता नहीं। यिर्मयाह में भी हम पढ़ते हैं कि हमारा पाप लिखा हुआ है करके। तो ये सब बातें ये दिखाना चाहता है कि परमेश्वर मनुष्य जात के ऊपर जो जलजलाहट और प्रकोप जो रखा गया है नरक में डालने के लिए, वो बात को प्रकट करने के लिए है प्रभु ये सब कार्य कर रहा है। ഈ പറയപ്പെട്ട ഇതിലെല്ലാം ദൈവം എഴുതി വെച്ചിരിക്കുന്ന പാപം, ദൈവം സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ മുഖപ്രകാശം, ഇതിനെല്ലാമാണ് ദൈവക്രോധം വരുന്നത്. तो यहाँ हमारा जो पाप लिखी हुई है, हमारा पाप जो छाप डालकर रखी हुई है, और हमारा पाप जो परमेश्वर के आंखों के नजरों के सामने है, ये सब पापों का के ऊपर है। हमारा मनुष्य का परमेश्वर का प्रकोप मनुष्य जात के ऊपर है, जिसके वजह से लोग नरक जाएंगे। ഇതിനെല്ലാം പുറമെ ഇങ്ങനെ സീൽ ചെയ്താലും എഴുതി വെച്ചാലും അത് ദൈവത്തിന്റെ കൺമുമ്പിൽ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ഓർമ്മയിൽ അത് സൂക്ഷിച്ചിരിക്കുന്നു. നമ്മള് ഹോശേയ പ്രവചനം 7:2 വായിക്കുമ്പോൾ तो നമ്മുടെ ദൈവക്രോധത്തിന് വിഷയമായ പാപങ്ങൾ ദൈവത്തിന്റെ ഓർമ്മയിലുണ്ട്. ഹോശേയ 7 ഹോശേയ പ്രവചനം അതിന്റെ 7:2 इस स्थिति से हमारा पाप जो मोहर करके रखा गया है, परमेश्वर के नजर में है, और छाप डालकर लिखी रखा हुआ सब पापे परमेश्वर ने सिर्फ उतना ही नहीं बल्कि होशाया 7:2 में पढ़ते समय में हमारा ये जो पाप है प्रभु स्मरण भी करता है, पर प्रभु का याद याद में भी रहने वाला बात है ये हमारा पाप। അവന്റെ ഓർമ്മയിൽ അതുണ്ട്. प्रभु का स्मरण में है हमारा सारा पाप। ഇനിയും നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 1:18 വായിക്കുമ്പോൾ ഐസായ 1:18 में जब हम पढ़ते हैं, ഈ പാപം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എപ്പോഴും ഒരു സ്കാർലറ്റ് ക്രിംസൺ, അത് എന്ന് പറഞ്ഞാൽ അത് കടും ചുമപ്പായിരിക്കുന്നു. കാരണം ഒരു മങ്ങിയ നിറത്തിലല്ല, ഭയങ്കരമായ നിറത്തിൽ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ചുമന്ന ഒരു രൂപം നമുക്ക് എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും കാണാം, അത്ര തെളിവാണ്. उतना ही नहीं, ये पाप परमेश्वर की नजर के सामने रहते समय में ये लाल रंग का रीति से परमेश्वर के नजर के सामने है। लाल रंग का खासियत ये है कि वो इतना स्पष्ट रीति से दिखता है, दूर से देखते समय भी स्पष्ट रीति से दिख सकता है। उस रीति से है हमारा पाप, लाल रंग के रीति से परमेश्वर के नजर के सामने प्रकट है करके हम पढ़ते हैं। പിന്നെ ഒരു വാക്യം കൂടെ വായിക്കുകയാണ്. അതായത് നമ്മൾ ഇത് ദൈവക്രോധം വരുന്ന വഴികൾ എങ്ങനെയൊക്കെയാണ്, അത് എങ്ങനെയാണ് യേശു ഇതിനെ ഡീൽ ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ രക്ഷയുടെ ഭദ്രതയിൽ നമുക്ക് എത്രമാത്രം ദൈവത്തെ സ്തുതിക്കാൻ, ക്രിസ്തുവിനെ സ്നേഹത്തോടെ തന്നതിന് നന്ദി പറയാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മള് യിരെമ്യാവ് 2:22-23 വായിക്കുമ്പോൾ നമ്മുടെ പാപം ദൈവത്തിന്റെ സന്നിധിയിൽ പൊളിയൂട്ടഡ് ആണ്, അത് ഡിഫൈൽഡ് ആണ്. उतना ही नहीं, हमारा पाप के विषय में हम पढ़ते समय में यिर्मयाह का पुस्तक 2:22 और 23 में पढ़ते समय में हमारा पाप जो है परमेश्वर की उपस्थिति में अशुद्ध रीति से है करके हम लोग पढ़ते उस रीति से पढ़ते हैं। അപ്പൊ ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഫൊർഗീവ്നെസ് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, നമുക്ക് ഇതിൽ നിന്ന് ഒരു രക്ഷ തരാൻ, നമുക്കൊരു തരാനാണ് ദൈവം സ്നേഹത്തോടെ തന്റെ പുത്രനെ തന്നപ്പോൾ നമ്മള് എബ്രായ ലേഖനം 9:22 വായിക്കുന്നത്, तो ये सब रीति से हमें अभी एक छुटकारा का जरूरत है। मनुष्य जात का जो पाप परमेश्वर के नजर के सामने है, परमेश्वर गांठ बांधकर उसको मोहर डाल के रखा गया है, ये सब बातों से हमें छुटकारा मिलने का मनुष्य जात को जरूरत है, जो प्रभु यीशु मसीह हम हमारे लिए करते समय कर रहा है करके हम पढ़ते समय में इब्रानी को पुस्तक 9 का ഇത് നമ്മളെ ശിക്ഷിക്കാതെ ദൈവത്തിന് നമ്മളോട് ഫൊർഗീവ് ചെയ്യാൻ, ദൈവം നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ ദൈവത്തിന്റെ അടിസ്ഥാനപരമായ ഒരു തത്വം അതാണ് നമ്മളെ എബ്രായ ലേഖനം 9:22 വായിക്കുന്നത്. तो वो हमें ओ प्रभु हमारा पाप जो परमेश्वर की नजर के सामने रहते समय में उस बात को से हमें छुटकारा देने के लिए, हमें बचाने के लिए, क्षमा करने के लिए ये तत्व को हम पढ़ते हैं। इब्रानी 9:22 में हम पढ़ते समय में हम देखते हैं, രക്തം ചൊരിയാതെ പാപമോചനമില്ല, വിടുതൽ അല്ലെങ്കിൽ രക്തം ചൊരിയാതെ പാപക്ഷമയില്ല. റിമിഷൻ ഓഫ് സിൻ എന്ന് പറഞ്ഞാൽ പാപമോചനം എന്ന് അവിടെ വരേണ്ടത്, പാപക്ഷമ എന്നാ വരേണ്ടത്. तो वहां पर लिखा है कि बिना लहू बहाए क्षमा नहीं होती।
അതായത് രക്തം ചൊരിയാതെ പാപക്ഷമയില്ല. तो मतलब क्या है, प्रभु का तत्व प्रभु ये बताना चाहता है कि अगर पाप से हमें छुटकारा पाना है, क्षमा मिलना है, तो लहू बहाना जरूरी है। അപ്പം കർത്താവായ യേശു ക്രിസ്തു പാപമില്ലാത്തവനായിട്ട് വന്നിട്ട് ദൈവം സ്നേഹത്തോടെ തന്റെ പുത്രനെ നമുക്ക് തന്നപ്പോൾ യേശുവിന്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം ദൈവസന്നിധിയെ ഡീൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. तो अभी क्योंकि यीशु मसीह इस दुनिया में आया, परमेश्वर ने प्रेम से अपना पुत्र को भेजा ताकि हमें बचा सके, हमें छुटकारा दे सके, और उन्होंने लहू बहाया। उस लहू बहाने के कारण उसका परिणाम यह हुआ कि हमें क्षमा मिला, छुटकारा मिला। तो ये लहू बहने से किस किस रीति से, जैसा हमने पढ़ा कि हमारा पाप परमेश्वर की नजर के सामने है, छाप करके रखा है, बांध के रखा है, ये सब बातों से किस रीति से प्रभु का लहू ने हमें बचाया करके ये बातों को हम देखेंगे। അത് നമ്മള് ഇസ്രായേൽ മക്കളെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഞാൻ രക്തം കട്ടളക്കാൽ മേൽ കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു പോകും, പാസ് ഓവർ. അപ്പൊ രക്തം കാണുക എന്നുള്ളതാണ് ദൈവനീതിയുടെ ദൈവക്രോധം മാറ്റിക്കളയാനുള്ള ഏക വഴി. तो രക്തം जब കാണുമ്പോൾ നമ്മളെ പുറപ്പാട് പുസ്തകം 12:12 हम लोग जब निर्गमन 12 का 12 में पढ़ते समय में, वहां पर इसराइल जात को जब परमेश्वर बचाने के लिए जब रास्ता देते समय में किस रीति से परमेश्वर ने वहां पर उनको बचाता है, कि प्रभु कहता है कि जब मैं लहू को देखूंगा, परमेश्वर कहता है जब मैं लहू को देखूंगा तब मैं उस घर से मैं पार होकर जाऊंगा। तो वो प्रभु ने, तो वहां पर उस घर को बचने का कारण क्या हुआ, परमेश्वर ने जब लहू को देखा, तो लहू को जब परमेश्वर देखते समय में है, मनुष्य जात को, उस घर को, उस लोगों को उद्धार मिलता है। അപ്പൊ രക്തം കാണുമ്പോൾ ഞാൻ പാസ് ഓവർ, അവരെ ശിക്ഷിക്കാതെ കടന്നു പോകും, അവരെ രക്ഷിക്കും. അല്ലെങ്കിൽ അപ്പൊ യേശുവിന്റെ രക്തം നമ്മളെ എന്ത് ചെയ്യുന്നു? യേശുവിന്റെ രക്തം ദൈവം കണ്ടു എന്ന വിശ്വാസം, അതാണ് നമ്മൾ ഇനി നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ വിഷയവും എങ്ങനെയാണ് യേശുവിന്റെ രക്തം ഡീൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അപ്പോൾ तो मैं जब ദൈവത്തിന്റെ लहू को സന്നിധിയിൽ देखूंगा, मैं जब लहू को देखूंगा तो मैं तुम्हें छोड़ जाऊंगा, या फिर उस पाप का लेखा मैं तुम पर नहीं लूंगा। तो परमेश्वर क्या बताना चाहता है, जो सिद्धांत, जो तत्व बताना चाहता है कि लहू बहने की वजह से, वो लहू अगर परमेश्वर देख लेता है जो हमारा पापों का चुड़ौती है, तो हमें छूट मिलेगा, हमें क्षमा मिलेगा। तो हमें, इसलिए हमें यह विश्वास करना है कि यीशु मसीह का लहू को परमेश्वर ने देख लिया है, जो क्रूस में प्रभु ने बहाया, उस बहाया है कर ये बात पर विश्वास करते समय में किन किन बातों से उनका लहू ने हमें छुटकारा देकर हमें बचाया करके, क्योंकि हमारा पाप परमेश्वर की नजर के सामने है और छाप डाल के रखा गया है, लाल सा, ये सब बातों से प्रभु हमें लहू किस रीति से बचाता है हम देखेंगे। അപ്പോൾ യേശുക്രിസ്തു വന്ന് നമ്മളെ പാപത്തിന്റെ ആ ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കുമ്പോൾ അതെങ്ങനെയാണ് രക്ഷിക്കുക എന്നുള്ളത് പ്രവചനപരമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ദൈവം നേരത്തെ ഇപ്പം ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതെങ്ങനെയാണ് യേശു അത് കണ്ണിന്റെ മുമ്പിൽ നിന്ന് എടുത്തു മാറ്റുന്നത്? അപ്പം നമുക്ക് അതായത് നമ്മൾ യശയ്യാവിന്റെ പുസ്തകം 38-17 വായിക്കുമ്പോൾ तो यीशु मसीह किस रीति से हमारा पापों को बचाता है करके हम लोग पढ़ते समय में, जैसा हमने पढ़ा था कि हमारा जो पाप है परमेश्वर की नजर के सामने है, किस रीति से प्रभु उसको हटाता है करके पुराने नियम में भविष्यवाणी ये किया गया था, मसीह आकर उद्धार करके पापों से कैसा बचाएगा करके। Isaiah chapter 38 verse 17 उसका 17 में हम पढ़ते हैं। അപ്പോൾ രക്തം ദൈവം കണ്ടു കഴിയുമ്പോൾ എന്ന് ഒരു അർപ്പകന് അല്ലെങ്കിൽ വിശ്വാസിക്ക് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ച് ബോധ്യം കൊടുക്കുമ്പോൾ ദൈവം സ്നേഹത്തോട് തന്ന പുത്രന്റെ രക്തം ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിലുള്ള പാവങ്ങളെല്ലാം ദൈവത്തിന്റെ പുറകിലേക്ക്, ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പുറകിലേക്ക് എറിഞ്ഞു കളയുന്നു. तो जो कोई भी ये विश्वास करता है कि यीशु मसीह का लहू बहाया गया है, जैसा आपने इब्रानी में पढ़ा, लहू बहाए बिगर क्षमा नहीं होता, तो वो लहू प्रभु यीशु मसीह ने बहाया है करके जो कोई भी विश्वास करता है, उस व्यक्ति का जो पाप, जो परमेश्वर के नजर के आंखों के सामने था, उसको प्रभु क्या करता है, विश्वास करने वालों को प्रभु उस पापों को उठाकर अपने पीछे फेंक देता है। കാരണം ഇത് ദൈവം പാപക്ഷമ തരുന്നത് സ്നേഹമാണ്. കാരണം ഏറ്റവും അധികം ക്ഷമിച്ചു കിട്ടിയവൻ ഏറ്റവും അധികം സ്നേഹിക്കും. അപ്പോൾ യേശുവിന്റെ രക്തം ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിലുള്ള പാപത്തെ പുറകിൽ എറിഞ്ഞു കളയുന്നു. तो ये यहाँ पर प्रभु अपने पुत्र को बेचकर अपना प्रेम को वो प्रकट करना चाहता है, और जिसको ज्यादा क्षमा मिलता है वो उतना ज्यादा वो प्रेम करता है। तो वो प्रेम का प्रकटीकरण को दर्शाने के लिए प्रभु ने क्या किया, हमारा पाप जो परमेश्वर के आंखों के सामने था उसको उठाकर पीठ पीछे फेंक दिया। അപ്പൊ ഇനി നമ്മള് സീൽ ചെയ്തിരിക്കുന്ന പാപങ്ങൾ,
अभी हमारा पाप जो जो मुद्रा करके छाप छाप डाल के रखा था, उसको क्या किया प्रभु ने? അത് നമ്മൾ മീഖ പ്രവചനം 7:19 വായിക്കുമ്പോൾ ദൈവം സമുദ്രത്തിന്റെ അടിയിലേക്ക് ഇട്ട് കളയുന്നു. കാരണം ദൈവത്തിന് ഇനി അത് വെച്ചുകൊണ്ട് സൂക്ഷിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം നീതിയുടെ രക്തം കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ പുത്രനെ സ്നേഹത്തോടെ തന്നതുകൊണ്ട്, രക്തം ചൊരിഞ്ഞതുകൊണ്ട്, അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ പാപം ദൈവം എന്ത് ചെയ്യുന്നു? സമുദ്രത്തിന്റെ അടിയിലേക്ക് ആരും കാണാതെ വണ്ണം, ഇനിയും അത് സീൽ ചെയ്തിട്ടില്ല, അത് കംപ്ലീറ്റ് അത് പാതാള സമുദ്രത്തിന്റെ അടിത്താരയിലേക്ക് ഇടിഞ്ഞു കളഞ്ഞു. तो जिन जिन विश्वास जिन तो वो विश्वासी, वो व्यक्ति जब प्रभु यीशु मसीह का उस लहू का कार्य को, जो छुटकारे का कार्य विश्वास करने की वजह से उसका उसका जो पाप जो परमेश्वर के सामने मुद्रा करके छाप डाल कर रखा था, वो व्यक्ति जब विश्वास करता है यीशु मसीह का उस क्रूस का कार्य को, हमारा मुद्रा किया हुआ छाप डाला हुआ पाप को यीशु क्या करता है, गहरा समुद्र में डाल देता है। मतलब परमेश्वर के नजरों से हटाकर जो उनके आंखों के सामने मोहर डाल के छाप करके डाल के रखा था, उसको प्रभु उठाकर अपना बलिदान के द्वारा गहरा समुद्र के नीचे डाल देता, ताकि कोई भी उसको ढूंढ ना पाए। ഇനി എഴുതി വെച്ചിരിക്കുന്ന പാവങ്ങൾ നമുക്കത്, അതായത് യെശയ്യാവിന് 43:25, കാരണം അത് ബ്ലോട്ട് ഔട്ട് ചെയ്യുന്നു, മായ്ച്ചു കളയുന്നു. യേശുവിന്റെ രക്തത്തിന്, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം എഴുതി വെച്ച പാപങ്ങളെ മായ്ച്ചു കളയാൻ യേശുവിന് കഴിയും. तो और हमारा पाप जो लिखा हुआ था, आइजया चैप्टर 43:25. आइजया 43 का 25 में हम पढ़ते समय में वहां पर हम देखते हैं कि हमारा जो लिखा हुआ वो पाप था, वो यीशु मसीह ने क्या किया, उसने अपने लहू के लिए आधार पर हम वो पापों को, लिखा हुआ पापों को मिटा दिया। 25 ഇല്ലേ? यस यस, मिटा दिया। ആ, എന്ന് വെച്ചാൽ അത് മായ്ച്ചു കളയും. उसको ब्लॉट आउट, यानी कि उसको मिटा दिया। പിന്നെ നമ്മള് ദൈവം ഓർത്തുകൊണ്ടിരിക്കുന്ന പാപം, और हम हमारा पाप जो प्रभु स्मरण करता है उस पापों को, നമ്മളവിടെ യിരെമ്യാവിന്റെ പുസ്തകം 31:34 ഞാൻ ഇനി അത് ഓർക്കയില്ല. കാരണം യേശുവിന്റെ രക്തത്തിന്, ദൈവത്തിന്റെ ഓർമ്മയിൽ നിന്ന് നമ്മുടെ പാവങ്ങളെ എടുത്തു കളയുവാൻ യേശുവിന് കഴിയും. കാരണം യേശു ക്രിസ്തുവിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. കാരണം യേശുവിനെ ദൈവം സ്നേഹത്തോടെ തന്നു. ദൈവത്തിന്റെ ക്രോധമോ ദൈവത്തിന്റെ കോപമോ അല്ല, സ്നേഹത്തോടെ തന്നു എന്നുള്ളതാണ് നമ്മള് പ്രതിവാദ്യമായി നമ്മൾ കാണുന്നത്. तो इस रीति से यीशु मसीह में जो विश्वास करने की वजह से छुटकारा पाया हुआ व्यक्ति का पाप जो एक समय में परमेश्वर स्मरण करता था, वो यीशु मसीह के बलिदान की वजह से क्या हो गया, प्रभु अब उनके पापों को स्मरण भी नहीं करता। ऐसा बड़ा कार्य है। तो पर यीशु मसीह जो हमें प्रेम से जो हमें मिला, वो क्रोध या प्रकोप या जलजलाहट को प्रकट करने नहीं, प्रेम में जो हमें मिला हुआ यीशु मसीह पर विश्वास करने के द्वारा मिलने वाला लाभ की बातें हैं जो हम देखते हैं। तो सबसे बड़ा मूल मुद्दा है कि परमेश्वर का आने वाला जलजलाहट और प्रकोप से वो बचाता है। നമ്മള് എബ്രായ ലേഖനം 8:12 എബ്രായ ലേഖനം 10:17 അതൊക്കെ ഈ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും കോട്ട് ചെയ്തതാണ്, പഴയ നിയമത്തിൽ നിന്നും കോട്ട് ചെയ്തതാണ്. इब्रानियों 8 में और इब्रानियों 10 में भी यही बातों को हम देखते हैं, जो यिर्मयाह का पुस्तक में लिखा हुआ बातें हैं, वहां पर क्रॉस रेफरेंस में लिखा है। ഇനിയും ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ സ്കാർലറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്രിംഷൻ പോലെ തെളിഞ്ഞു നിൽക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകം 1:18 വായിക്കുന്നുണ്ട്. ഞാൻ അതിനെ എന്ത് ചെയ്യും? ഞാൻ അതിനെ രക്താംബരം പോലെ കടുചൂപ്പായിരുന്നാലും ഞാൻ അതിനെ വെളുപ്പിക്കും, അതിനെ സ്നോ പോലെ, ഞാൻ അതിനെ മഞ്ഞു പോലെ വെളുപ്പിക്കും. तो അപ്പൊ യേശുവിന് അതിന് കഴിവുണ്ട്. हमारा पाप जो परमेश्वर के नजर के सामने लाल रंग का था, वो यीशु मसीह क्या करेगा, यीशु मसीह में इतना काबिलता है कि वो उसे श्वेत कर देता है। यानी कि हमारा कोई भी गलती अभी ना दिखे, लाल रंग का ना दिखते हुए श्वेत रहकर उसको उनके समान उसे नया करके उसको हटा कर शुद्ध कर देता है वो विश्वासी को। मानो वो व्यक्ति का लाल रंग का दाग अभी हट चुका है, उस पर उसमें नहीं है अभी। ഇനി നമ്മളത് ദൈവസന്നിധിയിൽ പൊള്യൂട്ടഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫൈൽ ആയിരിക്കുന്നതാണ്. നമ്മള് 1 യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ക്ലെൻസ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, और നമ്മളെ ക്ലെൻസ് ചെയ്യുന്നു. हमारा पाप जो परमेश्वर के नजर में अशुद्ध होकर प्रकट था परमेश्वर के सामने, वो हम लोग पहला यूहन्ना 1:8 और 9 में पढ़ते समय में हम देखते हैं कि पापों को अंगीकार करने से यीशु मसीह विश्वास योग्य है, और वो अपना हमारा सारा पाप और अधर्म से हमें शुद्ध करता है। അപ്പോൾ നമ്മള് ഇത്രയും കാര്യങ്ങൾ നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ച്, ദൈവക്രോധത്തിന് വിഷയമായ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിലുള്ളത്, ദൈവം സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, ദൈവം എഴുതി വെച്ചിരിക്കുന്നത്, ദൈവം ഓർമ്മയിൽ കൊണ്ടുവരുന്നത്, ദൈവത്തിന് തെളിഞ്ഞ് കാണുന്നത്, ആ പൊളിയൂട്ടായിരിക്കുന്നത്, ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ ഡീലിങ്സിലൂടെ, യേശുക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞതിലൂടെ,
യേശു ക്രിസ്തു സ്നേഹത്തോടെ അത് എടുത്തു മാറ്റിയത് നമ്മുടെ ഹൃദയത്തിൽ മനസാക്ഷിയിൽ അത് പതിയണതാണ്. നമ്മള് വീണ്ടും ഏതെങ്കിലും പാപത്തെക്കുറിച്ച് ഓർമ്മ വന്നാൽ നമ്മളെ എബ്രായ ലേഖനം അതിന്റെ 9:14 നമ്മൾ വായിക്കണം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ജീവനുള്ള ദൈവത്തോട് അടുക്കാൻ ഏത് സമയത്തും നമ്മളെ യോഗ്യരാക്കി തീർക്കുന്ന ഒരു വലിയ രക്തചിന്തലാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തത്. तो यीशु, इसलिए यीशु मसीह ने क्रूस का जो बलिदान के द्वारा, जो लहू बहाने के द्वारा मनुष्य जात के ऊपर परमेश्वर का जो जलजलाहट और जो प्रकोप था, जिसकी वजह से मनुष्य नरक जाने वाला था, और जिसकी वजह से सारे मनुष्य जात का जो पाप है परमेश्वर के नजर के सामने था, उसके वो चेहरे के सामने था, उसको बांध के रखा गया था, उसको परमेश्वर उसको स्मरण करता था, और जो अशुद्ध हो गया था उसको प्रभु यीशु मसीह ने अपना एकमात्र बलिदान के द्वारा उस मनुष्य को छुटकारा देकर उसे आजाद करके उस सब बंधनों से प्रभु उसको छुड़ाने का कार्य है यीशु मसीह ने जो क्रूस पर हमारे लिए किया। इसलिए यही बात हम लोग जब इब्रानियों 9:14 में जब हम पढ़ते समय में हम देखते हैं कि किस रीति से यीशु मसीह का लहू के द्वारा हम किस रीति से परमेश्वर की उपस्थिति में अभी निकट आने के लिए हमारे विवेक को कितना अधिक शुद्ध करके हम आ सके, ताकि हम जीवित परमेश्वर का सेवा कर सके। ये कार्य करने के लिए है यीशु मसीह का लहू आज भी हमारे लिए कार्य करता है। അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ പ്രാബല്യത്തിൽ ഹൃദയത്തിൽ ഉറച്ചു കിട്ടുന്ന ഒരു കാര്യം, ഇനിയും ദൈവത്തിന്റെ ക്രോധം എന്റെ മേൽ വരികയില്ല എന്നുള്ളത് നമ്മൾ വസ്തുനിഷ്ഠമായി അറിയുമ്പോഴാണ് നമ്മൾ ക്രോധമില്ലാത്തവർ വേണം ദൈവത്തെ ആരാധിക്കാൻ, तो ദൈവത്തോട്. കാരണം ये ദൈവക്രോധം ഉള്ളവർ ആരും ദൈവത്തെ ആരാധിച്ചാൽ ദൈവം സ്വീകരിക്കത്തില്ല. കാരണം ये ദൈവക്രോധം മാറിപ്പോയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരികയും ആത്മാവിനാൽ ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് അറിയാം. ഇപ്പം ആത്മാവ് തന്നെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. തന്റെ പുത്രൻ കാൽവരിയിൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ മാഹാത്മ്യം, ക്രിസ്തുവിന് ये എന്ത് सब ചെയ്യാൻ बातें കഴിഞ്ഞു എന്നുള്ളത്. ये सब बातें यीशु मसीह का पवित्र आत्मा है, हमें प्रकट करके देता है कि यीशु मसीह ने किस रीति से हमारे जीवन में कार्य कर कर परमेश्वर का जो प्रकोप और जो जलजलाहट जो मनुष्य जात के ऊपर था, मेरे ऊपर था, हमारे ऊपर था, उससे उसे छुटकारा दिया। इस रीति से जो व्यक्ति परमेश्वर का जलजलाहट और प्रकोप से जो बच चुका है वही आराधना कर सकता है। लेकिन एक व्यक्ति के अंदर वही परमेश्वर का जलजलाहट और प्रकोप अगर अभी भी उस मनुष्य जात के ऊपर है, उस व्यक्ति के ऊपर है, तो वो आराधना नहीं कर सकता। इसलिए पवित्र आत्मा हमें ये बात बताता है और समझाता है कि किस रीति से हमें उस आने वाले प्रकोप से, जलजलाहट से प्रभु बचाया है करके, और पवित्र आत्मा हमें सहायता करता है ये सब बातों में। അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളെല്ലാം നമ്മൾ ഉടനെ തന്നെ ഡീല് ചെയ്ത് അത് ദൈവസന്നിധിയിൽ അത് യേശുക്രിസ്തു എടുത്തു മാറ്റി എന്നുള്ള പൂർണ്ണ നിശ്ചയം പ്രാപിച്ചു വേണം. അതാണ് പൂർണ്ണ നിശ്ചയത്തോടെ ദുർമനസാക്ഷി നീങ്ങുമാറ് ശുദ്ധരക്തത്താൽ തളിക്കപ്പെട്ടവരായി യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങളുടെ പരിഹാരമാണ്. അവര് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ദൈവം അവനെ സ്നേഹത്തോടെ തന്നു, കോപത്തോടല്ല, ക്രോധത്തോടല്ല, സ്നേഹത്തോടെ തന്നു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 4:10 വാക്യം. इस रीति से प्रभु ने अपना पुत्र को हमें भेजकर हमें संपूर्ण रीति से हमें छुटकारा दिया है करके ये बात का विश्वास हमें होना है, ताकि हर एक विश्वासी आराधना करते समय में पूर्ण निश्चय के साथ, बोध्य के साथ वो आ रहा है कि यीशु मसीह का लहू सनातन आत्मा के मदद से जीवित परमेश्वर को सेवा करने के लिए और एक सच्चा भेंट चढ़ाने के लिए हमें सहायता करता है, हमें मदद करता है करके। और वो यीशु मसीह का कार्य है, जो प्रेम है, जो परमेश्वर का प्रेम है, जो हमारे ऊपर प्रकट हुआ, जो हम लोग पहला यूहन्ना 4:10 में पढ़ते समय में हम देखते हैं। അപ്പൊ പഴയ നിയമത്തിൽ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ രക്തം എപ്പോഴും പ്രായോഗികമായി ഉപയോഗിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഹൃദയം ഇന്ന് ദൈവത്തിന്റെ ആലയമായി തീർന്നിരിക്കുകയാണ്. ഹൃദയത്തിൽ രക്തത്തളിപ്പിന്റെ ഓർമ്മയും രക്തത്തിന്റെ പ്രായോഗികതയും കൂടെ നാം അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷവും ആത്മാവിലുള്ള ഒരു ജീവിതവും നയിപ്പാൻ കഴിയുള്ളൂ. पुराने नियम में जब भी लोगों को परमेश्वर की उपस्थिति आते समय में बलि लेकर आना पड़ता है और लहू बहाना वो जरूरी था, जो सबसे बड़ा मूल्य था। उसी रीति से आज नए नियम में प्रभु यीशु मसीह का लहू का कार्य के वजह से है, विश्वासियों को आनंद देता है, उत्तेजना देता है और शांति देता है, जो प्रभु का कार्य विश्वासियों को दिया है कि ये बात का पूर्ण विश्वास के साथ आता है विश्वासी भेंट चढ़ाने को। നമ്മളിനി ദൈവ കോപം നമ്മുടെ മേൽ, ദൈവത്തിന്റെ ക്രോധം നമ്മുടെ മേൽ വരികയില്ല. ദൈവത്തിന്റെ പ്രസാദവും ദൈവത്തിന്റെ സന്തോഷവുമാണ് തന്റെ പുത്രനെ നമ്മളെ എഫെസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ തന്റെ മുമ്പിൽ, പിതാവിന് മുമ്പിൽ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തേണ്ടതിന്, നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തുന്നത് യേശു ക്രിസ്തുവാണ്.
അപ്പൊ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലൂടെ ആ ദൈവസന്നിധിയിൽ വിശുദ്ധ നിഷ്കളങ്കരുമായി ആ ഒരു നിൽപ്പ് ആ, ആണ് ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠം. तो अभी विश्वासी इस बात का पूर्ण आनंद में है कि परमेश्वर का प्रकोप अभी और जलजलाहट हम विश्वास हमारे ऊपर नहीं है, क्योंकि यीशु मसीह का लहू ने हमें धोकर शुद्ध कर कर हमें संपूर्ण रीति से हमें बचा कर रखा है, कर जिसकी वजह से विश्वासी के जीवन में आनंद और शांति से भर जाता है, जिसके वजह से वो अभी योग्य है परमेश्वर के वो निकट खड़े रहने के लिए। जैसा हम लोग एफेसों का पुस्तक 1 का 4 में हम पढ़ते समय में वो यीशु मसीह है, उसका कार्य की वजह से है, जिसकी वजह से हम क्या हो गए, परमेश्वर की उपस्थिति में प्रेम में हम लोग पवित्र और निर्दोष होकर हम लोग खड़े रहते हैं। और वो जो है यीशु मसीह ने वो किया है, वो कार्य जो हमें पवित्र और निर्दोष रखकर खड़ा करके रखा है। നമ്മൾ യേശു കർത്താവിനെ വിശ്വസിച്ചപ്പോൾ നമ്മുടെ മേൽ നിന്നും ദൈവക്രോധം മാറിപ്പോയി. അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം, അതാണ് വിടുതൽ, അതാണ് नित्यरക്ഷ. हमें यीशु मसीह पर विश्वास करने की वजह से हमारे ऊपर आने वाला जो जलजलाहट था और प्रकोप था, उससे हम लोग छुटकारा पा लिया है करके, ये बात विश्वास करना विश्वासी के जीवन में सबसे बड़ा आनंद और खुशी की बात है। പ്രൈസ് ദി ലോർഡ്. നമുക്ക് അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മള് കർത്തൃമേശയിൽ വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത് ഈ ഒരു ബേസിലാണ്. इसलिए आओ हम लोग प्रभु को धन्यवाद करें, प्रभु ने जो हमें दिया हुआ छुटकारा के लिए हम लोग प्रभु को धन्यवाद करें। हम लोग एकत्र होते समय में, प्रभु मेज का भाग लेते समय में सबसे बड़ा मूल्य बात है ये बात को याद करके धन्यवाद देना कि प्रभु ने हमें प्रकोप से और जंजलाहट से बचाया। ഞാൻ വരുവോളം എന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു, ഞാൻ വരുവോളം എന്റെ ഓർമ്മ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. കാരണം നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന, അത് നമ്മള് നേരത്തെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തു എടുത്തു മാറ്റി നമ്മളെ ദൈവത്തോട് നേരെയാക്കി, നമ്മളെ മക്കളാക്കി. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം, യേശുവിനെ സ്നേഹത്തോടെ തന്നതിന്റെ നന്മ നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. इसलिए मेरे वापस आने तक मुझे स्मरण करते हुए मेरा भाग लेना, जो प्रभु का मृत्यु को प्रकट करने वाला जो कार्य प्रभु में है, प्रभु का आगमन तक आओ हम लोग एकत्र होकर करें। तो हमारा पाप का लेखा जो परमेश्वर की उपस्थिति में था, उसको प्रभु यीशु मसीह ने अपना बलिदान के द्वारा उसको हटा दिया, हमें छुटकारा दिया, जिसकी वजह से अभी प्रभु का संतान हम बन गए। देखो हम लोग परमेश्वर का संतान कहलाए जाने के लिए परमेश्वर ने इतना बड़ा प्रेम हम हमारे ऊपर किया, तो वो प्रेम है जो प्रकट होता है यीशु मसीह के द्वारा हम समझे। Praise the Lord. प्रेज द लॉर्ड। प्रभु हम सबको सहायता करे।